നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി സംഗമം നടത്തി. അഖില കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ UTUC സംസ്ഥാന കമ്മിറ്റിയാണ് സംഗമം സംഘടിപ്പിച്ചത്. കടൽ മണൽ ഖനന നീക്കം അവസാനിപ്പിക്കുക ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു സംഗമം. അഖില കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ UTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളി സംഗമം നടത്തിയത്. കടൽ മണൽ ഖനനം നീക്കം അവസാനിപ്പിക്കുക, കടലിന്റെ മക്കൾക്ക് തൊഴിലും ജീവനും പരിസ്ഥിതിയും സംരക്ഷിക്കുക, കോർപ്പറേറ്റുകൾക്ക് കടൽ തീരെഴുതുവാൻ അനുവദിക്കില്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മത്സ്യത്തൊഴിലാളി സംഗമം നടത്തിയത്. ഏജൻസി പറഞ്ഞതാണ്, പഠനം കണ്ടെത്തി പറഞ്ഞതാണ്. അവർ പറഞ്ഞത് അറബിക്കടലിൽ അതുപോലെ തന്നെ ബംഗാൾ കടലിൽ മാത്രമാണ് അവശേഷിക്കുന്ന മത്സ്യസമ്പത്തുള്ളത്. ലോകത്തിൽ ഏറ്റവും മത്സ്യത്തിന്റെ കലവറയായിട്ടുള്ളത് ഈ രണ്ട് കടലുകളാണ്. ആ അറബിക്കടലിൽ കൊല്ലം പരപ്പ് എന്ന് പറയുന്ന വർക്കല മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗത്താണ് മത്സ്യത്തിന്റെ പ്രജനനം നടക്കുന്നത്. മത്സ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മത്തി, നമ്മുടെ അയില, നമ്മുടെ നെത്തോലി, അതുപോലെ തന്നെ കരിക്കാടി ചെമ്മീൻ, പൂവാലൻ ചെമ്മീൻ, വേളാപ്പാര അടക്കമുള്ള നെത്തോലി അടക്കമുള്ള മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നതും അത് കൂടുതലായി ഉണ്ടാകുന്നതും ലഭിക്കുന്നതുമൊക്കെ ഈ 85 കിലോമീറ്ററിൽ അകത്താണ്. അവിടെയാണ് ഖനനം നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയമം മൂലം നടപ്പിലാക്കിയ ആ നിയമം, കാടൻ നിയമം നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഒരക്ഷരം പോലും പറയാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുന്നത്, ഈ സംസ്ഥാനം ഭരിക്കുന്നത്. കണ്ണിൽ പൊടിയിടാൻ അസീസി ഏട്ടൻ പറയുന്നത് പോലെ ഇതിന് ശേഷം വലിയ ജനവികാരം കേരളത്തിന്റെ തീരദേശത്ത് ഉയർന്നു വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു സമരവുമായി, പേരിനൊരു സമരവുമായി മത്സ്യത്തൊഴിലാളി CITU രംഗത്ത് വന്നിട്ടുണ്ട്. UTUC ദേശീയ പ്രസിഡന്റ് A.A. അസീസ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ B. കളത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി B. സുഭാഷ് കുമാർ, UTUC ജില്ലാ സെക്രട്ടറി TK. സുൽഫി, ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സ്റ്റാലിൻ വിൻസെന്റ്, RSP ജില്ലാ സെക്രട്ടറി KS. വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം CP. സുധീഷ് കുമാർ, മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ, ജില്ലാ സെക്രട്ടറി G. ശാന്തകുമാർ, വാൽവിൻ മട്ടത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലടക്കം, സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലടക്കമുള്ള സംഘടനകൾ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിലടക്കമുള്ള സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആണ് അവിടെ തീരുമാനിച്ചത്. ഈ 17-ാം തീയതി തങ്കശ്ശേരി നമ്മുടെ കൊല്ലം കടപ്പുറത്ത് വെച്ചിട്ടുള്ള വലിയ ജനകീയ കൺവെൻഷനും അതുപോലെ തന്നെ 27-ാം തീയതി തീരദേശ ഹർത്താലും തീരുമാനിച്ചത് ബഹുഭൂരിപക്ഷം വരുന്ന ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുള്ള സംഘടനകളാണ്. അവിടെ ഇതിനോടൊപ്പം നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, ഇതിനോടൊപ്പം നിന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ് മത്സ്യത്തൊഴിലാളി CITU ഈ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ.